CBI സംഘം കരൂരിലെ ദുരന്ത മേഖലയിലെത്തി കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ കേസ് അന്വേഷിച്ച SIT-യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് CBI സംഘത്തിന്റെ നീക്കം ഉണ്ടാവുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, CBI നീക്കം എങ്ങനെ റഹീസ്? ഇന്ന് രാവിലെയോട് കൂടിയാണ് CBI സംഘം കരൂരിലേക്ക് എത്തിയത്. ഇപ്പോൾ അവർ നിലവിൽ ഈ അപകട സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് 3 ഉദ്യോഗസ്ഥരാണ് എത്തിയിരിക്കുന്നത്. IPS പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ സംഘത്തിൽ ADSP മുകേഷ് കുമാർ ഉണ്ട്, ഒപ്പം തന്നെ DSP രാമകൃഷ്ണൻ ഉണ്ട്. അങ്ങനെ ഈ 3 അംഗ സംഘമാണ് രാവിലെ കരൂരിലേക്ക് എത്തിയത്. ഈ നേരത്തെ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ച SIT-ക്ക് നേതൃത്വം നൽകിയിരുന്നത് IG അസ്ര ഗാർഗ് ആയിരുന്നു. പക്ഷെ IG അസ്ര ഗാർഗ് ഇന്ന് കരൂരിലില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ വിവരങ്ങളൊക്കെയും SIT-ക്ക് ഈ CBI സംഘത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇന്നു മുതൽ അന്വേഷണം ശക്തമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ട് എപ്പോൾ സമർപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കോടതി നൽകിയിട്ടില്ല. സുപ്രീം കോടതി അത്തരത്തിലൊരു നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഓരോ മാസവും അതിന്റെ കൃത്യമായ അന്വേഷണ പുരോഗതി അറിയിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു തീരുമാനത്തിന് അല്ലെങ്കിൽ CBI അന്വേഷണത്തിന് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് DMK സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതിനൊക്കെ മുന്നേ വേഗം അന്വേഷണം ആരംഭിക്കാനാണ് CBI-യുടെ നീക്കം. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.